കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ദളങ്ങൾ വാടും പനിനീർപ്പൂ പോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി. ദളങ്ങൾ വാടും പനിനീർപ്പൂ പോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി. രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോലിടയ്ക്കു വന്നു. രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോൽ ഇടയ്ക്കു വന്നു. പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി, ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി, ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. സ്നേഹത്തിൻ ചിരങ്ക കെട്ടി പാടുന്നു നവയുഗഗാനം. നന്മ നിറഞ്ഞ മനസ്സുകളോട് സമഭാവന തൻ മനോജ്ഞമാമൊരു കതിരൊളി തൻ നാമ്പു വിടർന്നു. ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ വീണ്ടും സമ്മേളിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വസന്തമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആവശ്യം. വൈകുന്നേരം വരെ നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം പങ്കുവെക്കുകയും ഒറ്റ കുടുംബം പോലെ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി നമ്മുടെ ഒരു പരിഗണന, നമുക്കൊരു ആത്മബോധം പകർന്നു നൽകുന്ന
അധ്യാപകർ. അങ്ങനെയുള്ള അധ്യാപകരാണ് കല്യാശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി. കഴിഞ്ഞ ഡിസംബർ 31 നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മളിൽ പലർക്കും പരസ്പരം തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കവിതയായതുകൊണ്ട് ആ ഒരു പാട്ട് ശ്രീ മനോഹരൻ ഇവിടെ അവതരിപ്പിക്കും. നമ്മൾ ഓർമ്മകളൊക്കെ ചികഞ്ഞെടുത്തു, ബാല്യകൗമാരത്തിലൂളിയിട്ടു, നമ്മൾ എന്നും മറക്കാത്തൊരോർമ്മകൾക്കായി ഒന്നോർത്തിരിക്കാൻ ഒന്നോർത്തെടുക്കാൻ നമ്മൾ അന്നു പഠിച്ച വിദ്യാലയത്തിൽ. ഇവിടെയൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. കൂടെ സ്നേഹം നിറഞ്ഞ ഒരു കൈയോടുകൂടി ഈ പരിപാടി April 17, 2024 ഇന്ന് നല്ല ഒരു സുദിനമാണ്. 1977 കന്യാശ്ശേരിയിലെ 10th ബാച്ച് സ്റ്റുഡൻറ്. തൽക്കാലം വിടാം മക്കളെ, ഇനി ഇതൊന്നും കാണാം കേട്ടോ. പ്രിയമുള്ള എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവരെ ഒന്നും കൂടെ കാണാനും കഴിഞ്ഞത് വലിയ ഭാഗ്യം. ഫിസിക്സാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അനുബന്ധമായി NCC ഓഫീസറായിരുന്നു. അന്നത്തെയും ഇന്നത്തെയും രൂപവും ഭാവവും നിങ്ങൾക്കും എന്നിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രിയമുള്ള എന്നെ വിളിക്കണ്ട്, കുട്ടികളെന്ന് വിളിച്ചോളാം. മക്കളെന്ന് വിളിക്കാൻ പറഞ്ഞു. സമയം 12:30 കഴിഞ്ഞു. എത്ര സമയം പറയണം എന്ന് എനിക്കറിയില്ല. ഇന്ന് മുഴുവൻ പറയണമെന്ന് ഞാൻ പറഞ്ഞേക്കും. പക്ഷെ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ ഒരിക്കൽ കൂടി ധന്യമേ ജീവിതം എന്ന് ഉറക്കെ പറയാൻ ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങളാണ്. അവർ കുറച്ചു പേരെങ്കിലും ഇവിടെ സന്നിഹിതരായി എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്.
ആശയമായിരുന്നു ഇങ്ങനൊരു ഗ്രൂപ്പ് തുടങ്ങണം എന്നുള്ളത്. ഞാൻ ഇമോഷൻസ് ആവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 31 മീറ്റിംഗ് വരെ ഞാൻ വലിയ ആക്റ്റീവായിരുന്നു. അതുവരെ കുറേയൊക്കെ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ആരോഗ്യം കുറച്ചുകൂടി മോശമായതുകൊണ്ട് സഹപാഠികൾ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും ഇങ്ങനെ എൻ്റെ ജീവിതം നയിച്ചു പോകുന്നത്. ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചായം ചിത്രം വരയ്ക്കുന്നു. പർവ്വത നിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുടുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. കുരുത്തോല പിലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തുകളി. ശാരികേ ശാരികേ സിന്ധുഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ ഗന്ധർവഗായി. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പറയാൻ മറന്ന പറയാൻ മറന്ന പറയാൻ മറന്ന പരിഭവങ്ങൾ. ആജാ मैं तो मिटा हूँ तेरे चाहने, चुपो पुकारे मेरा प्यार. ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. കമ്പക പൂമേനിയാണ് ചന്ദനത്തലേലാസലരികം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ. ചാരുന്ന താരുണ്യ വൈ
काली काली आँखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल, ये काली काली आँखें, ये गोरे गोरे गाल। ആരും കാണുന്നില്ലല്ലോ. ഞാനും ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇവിടെ വന്നിരുന്ന അന്താക്ഷരി കളിക്കുമ്പം നമ്മള് പണ്ട് സ്കൂൾ പഠിച്ചതല്ലേടോ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാനൊരു സ്വപ്നം കണ്ടൂന്ന്, ഒരു വലിയ മുതലാളി വന്നിട്ട് ഈ സ്ഥലം എല്ലാം വിലക്ക് വാങ്ങി മതില് കെട്ടുന്നത്. നമ്മളെ പറ്റി ചെക്ക് പറയുന്നുണ്ടാവും അല്ലേ? പറയാനാടോ പറയൂ. എന്ത് നാടോ? അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. ആ പാത്രത്തിലാടെ വെച്ചിട്ട് ബാഗ് നിങ്ങൾ ഈ അന്ത്യാഞ്ജലിക്ക് എന്റെ തോമ ചേട്ടാ, ഇത് അന്ത്യാഞ്ജലി അല്ല, അന്താക്ഷരിയാണ്. അന്താക്ഷരി മോളെ സുമേ, നീ ഒരു കാര്യം എനക്കൊരു ഉപകാരം ചെയ്താട്ടെ. ഒരു ബക്കറ്റിൽ ലേശം വെള്ളം എടുത്ത് കൊണ്ടുവന്നാട്ടെ. ഇന്ത്യയെ കൊണ്ട് തന്നെ പ്ലാവിനെ എടുപ്പിക്കും. നിങ്ങൾ ആരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ ഇവിടെ. എന്ത് പറ്റി? ചായക്കടയിൽ വരുന്ന ആൾക്കാരുടെ പാന്റ് കളിക്കുന്ന ഷർട്ട് നക്കിയെന്നൊക്കെ പറഞ്ഞു എന്തൊരു ഉപദ്രവമായി. എന്റെ ശാന്ത് ഓള് പോയതിനു ശേഷം ഞാനൊന്ന് ഉറങ്ങാൻ തുടങ്ങി. നിർത്തിക്കോളണം നിങ്ങൾ ഈ ഓട്ട പറിച്ചപ്പോ അന്താക്ഷരി മണ്ണാൻ കെട്ടി ഈ പരിസരത്തിൽ കണ്ടു. അല്ലപ്പ ഇതുവരെ നീയാരാണെന്ന് പറഞ്ഞു കൊടുക്കണോ? എല്ലാരോടും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇത് ചക്രപാണി മുതലാണ്, എന്റെ ബോസാണ്. അയാൾ ഈ സ്ഥലം നാളെ ഈ ലേലത്തിലെടുക്കാൻ പോകും. ഇത് ചന്തയാണോ? 500 രൂപ അയാൾ പിഴയിടാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 168 ആളുകൾക്ക് അവകാശപ്പെട്ട സ്നേഹതീരമെന്ന ഈ 15 ഏക്കർ വസ്തുവും ഇതിലെ ഉഭയങ്ങളും ചമയങ്ങളും അടങ്ങുന്ന സർവ്വതിന്റെയും ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള ലേലം ഇന്ന് 2024 ഏപ്രിൽ മാസം 17-ാം തീയതി കോടതിയുടെ മുൻകൈയിൽ ഇവിടെ വെച്ച് നടക്കുമ്പോൾ ഇടിക്ക് നടുവിനകത്തോടെ വാസു 1.5 കോടി
വാചകം പഠിക്കാനല്ല ചക്രവർത്തി വന്നിരിക്കുന്നത്, ലേലം പിടിച്ചെടുക്കാനാണ്. 2 കോടി. അത് തന്നെയാണ് കോടതിക്കും പറയാനുള്ളത്. വാചകമേള വേണ്ട, ലേലം തുടരട്ടെ. ഒരു നിമിഷം. ഈ ലേലത്തിൽ പങ്കെടുക്കാനാവാത്ത ഒരാൾ ഒരു കൊട്ടേഷൻ സീൽ ചെയ്ത് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ലേലത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന മെഡിക്കൽ ഡയറക്ടർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ലേലം പൂർത്തിയാവുമ്പോൾ നിങ്ങൾ വിളിച്ച ലേലത്തുകയേക്കാൾ കൂടുതൽ കൊട്ടേഷനിൽ കാണുകയാണെങ്കിൽ ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് കൈമാറുന്നതായി. സ്നേഹദൂതൻ അയാൾക്ക് മാത്രം അധിക സ്നേഹം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വെള്ളവും വെളിച്ചവും എല്ലാ സൗകര്യങ്ങളും ഞാൻ തരും. അതുകൊണ്ട് അവനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കരുത്. അല്ലപ്പാ ചക്രവാണി സാർ ഇത്ര നേരം ഇങ്ങനെയല്ലല്ല പറഞ്ഞേ. അല്ല വല്ല ഓർമ്മക്കുറവിന്റെ അസുഖം ഉണ്ടാ നിങ്ങൾക്ക്? സ്നേഹം പറഞ്ഞ എന്റെ നാട്ടുകാരെ, ഈ സ്നേഹദൂതൻ എന്ന പേരുള്ള ഒരു വട്ടപ്പേരുള്ള ഒരാൾ നമ്മുടെ ഈ സ്ഥലം ലേലത്തെടുക്കാൻ പോവുകയാണ്. തോമാച്ച അല്ല, സോറി, വാസു. വാസു, ഞാനും ഉറങ്ങിയിട്ടില്ലടോ, ഞാനും ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുതലാളി ചക്രവാണി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുക. എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഈ സ്നേഹദിനം നിങ്ങളുടേതാണ്, നമ്മുടെ എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കരുത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇദ്ദേഹം ആരാണെന്നും ഇദ്ദേഹം എന്താണ് പറയാനുള്ളത് എന്നും അറിയാനുള്ള ആകാംക്ഷയുണ്ട്. സ്നേഹമുള്ളവരെ, സ്നേഹദൂതൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളല്ല. ഈ സ്നേഹതീരം നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ. എനിക്ക് ചക്രവാണിയോടോ വാസുവിനോടോ ആരോടും തന്നെ ഒരു വിരോധവുമില്ല, ആരോടും ഒരു പ്രശ്നവുമില്ല. സ്നേഹതീരത്തിന്റെ ഭാവി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായി വായിച്ചു കേൾക്കും. എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കും. ഇവിടെയുള്ള 15 ഏക്കർ ഭൂമിയും അതിലെ ഉപയോഗങ്ങളും ചമയങ്ങളും കിണറും സകല വസ്തുക്കളും ഇനി മുതൽ ഈ നാട്ടിലെ എല്ലാവരുടേതുമാണ്. സൂര്യചന്ദ്രന്മാരും ഭൂമിയും അതുപോലെ നിലനിൽക്കുന്ന കാലം വരെ ഇത് മറ്റാർക്കും വിൽപ്പന നടത്താനോ ഘടന മാറ്റിമറിക്കുവാനോ ആർക്കും അധികാരം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ന് ജീവിക്കുന്നവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും എല്ലാവരുടേതുമായി ഇത് സംരക്ഷിച്ചു കിട്ടാൻ സ്നേഹദൂതൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇനി ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല മുറിക്കാം, പക്ഷേ ഇടയ്ക്ക് വെള്ളം കൊടുക്കണം. കാരണം നമ്മളെ പ്രകൃതിയെ ചൂഷണം മാത്രം ചെയ്താൽ പോരാ, പ്രകൃതിയെ സ്നേഹിക്കണം. ഏതായാലും ശരിയും ആഹ്ലാദവും സന്തോഷവും എല്ലാം മലയടിക്കട്ടെ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ.
കാടൊക്കെ നട്ടലുണ്ടാകാം, ഒടിഞ്ഞു കുത്തും. പക്ഷേങ്കില് മനുഷ്യരും ചിലപ്പോൾ പല കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, നിലപാടില്ലാത്തവരുണ്ടാവും. പിന്നെ ആര് പറഞ്ഞാലും അത് അവിടെ പോകും, സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തവരുണ്ടാവും. പക്ഷെ നിലപാടുള്ളവർക്ക് അതിനൊരു നിലവാരം ഉണ്ടാവും. അപ്പൊ അത് തെറ്റാവാൻ ശരിയാവാം. അപ്പൊ നമുക്ക് എപ്പോ എല്ലാവർക്കും ഒരു നിലപാടുണ്ടാകണം, ശരിയായ നിലപാട് ഉണ്ടാവണം. നിലപാടുണ്ടായാലും ഒഴിഞ്ഞു കുത്തൂല. ഏതുപോലെ നിലപാടുണ്ടാവുമ്പോ നമുക്കറിയാം പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നു. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നു. ചേർന്ന് അവരിട്ടത് തിരിച്ചെടുക്കുന്നു. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे
गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।